ഇന്ത്യയിലെ നഗരങ്ങളുടെ സാമ്പത്തിക സമൃദ്ധിയെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പഠനം നടത്തുമ്പോൾ അവർ സാധാരണയായിട്ട് മുംബൈ, ഡൽഹി, ബംഗളൂരു തുടങ്ങിയ പരമ്പരാഗത വൻകിട മെട്രോ നഗരങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. എന്നാൽ ടാറ്റ സൺസുമായി സഹകരിച്ച് പീപ്പിൾ റിസർച്ച് ഓൺ ഇന്ത്യസ് കൺസ്യൂമർ ഇക്കണോമി പ്രസിദ്ധീകരിച്ച ദി മെനി അർബൻ ഇന്ത്യാസ് എന്ന സമീപകാല സാമ്പത്തിക റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മികച്ച ജീവിത നിലവാരമുള്ള ഇടത്തരം നഗരങ്ങളാണ് ഇന്ത്യയിലെ യഥാർത്ഥ ഉപഭോക്തൃ ശക്തി കേന്ദ്രങ്ങളായിട്ട് ഉയർന്നു വരുന്നത് എന്നാണ് ഈ പട്ടിക പറയുന്നത്. ഈ റിപ്പോർട്ടിൽ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ വളർച്ച മലയാളികളായ ഓരോരുത്തരെയും ഞെട്ടിക്കുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ദ മെനി അർബൻ ഇന്ത്യാസ് എന്ന പഠന റിപ്പോർട്ട് അനുസരിച്ച് പ്രതിവർഷ കുടുംബ ഉപഭോഗ ചിലവിൽ ഒരു കുടുംബത്തിന്റെ ഉപഭോഗ ചിലവില് ആദ്യ 10 സ്ഥാനങ്ങളിലുള്ള നഗരങ്ങളിൽ തിരുവനന്തപുരം രണ്ടാമതാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് ചണ്ഡീഗഡ്. 18.9 ലക്ഷമാണ് പ്രതിവർഷ ഒരു കുടുംബത്തിന്റെ ചെലവെന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തെത്തുകയും 16.71 ലക്ഷമാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിന്റെ പ്രതിവർഷ ഉപഭോഗ ചെലവ് ആവറേജ്. മൂന്നാമത് വഡോദര, നാലാമത് തിരുപ്പൂർ, അഞ്ചാമത് സൂറത്ത്, ആറാമത് ബംഗളൂരു, ഏഴാമത് പൂനെ, എട്ടാമത് ഡൽഹി, 9ാമത് അമൃത്സർ, 10ാമത് അഹമ്മദാബാദ്. അതായത് കേരളത്തിൽ നിന്ന് ആകെ ഉള്ളത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ തന്നെ തിരുവനന്തപുരം ഉപഭോഗത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം നഗരം രണ്ടാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഏറ്റവും അധികം വരുമാനം നേടുന്ന കുടുംബങ്ങളുള്ള 10 നഗരങ്ങളുടെ പട്ടികയിലും തിരുവനന്തപുരം ശരിക്കും ഞെട്ടിച്ചു. ഒന്നാം സ്ഥാനത്ത് ബംഗളൂരു ആണ്. 28 ലക്ഷമാണ് വാർഷിക വരുമാനം. ചണ്ഡീഗഡ് 26.5 ലക്ഷം രണ്ടാം സ്ഥാനത്ത്. 3 ഡൽഹി, 4 വഡോദര, 5 മുംബൈ, 6 പൂനെ, 7 തിരുവനന്തപുരമാണ്. 23 മുതൽ 24 ലക്ഷം വരെ. അപ്പൊ തിരുവനന്തപുരം 7ാം സ്ഥാനത്തുണ്ട്. 8 സൂറത്ത്, 9 ഹൈദരാബാദ്, 10 കോയമ്പത്തൂർ. ആദ്യ 10ൽ കൊച്ചി പോലും ഇടം പിടിച്ചിട്ടില്ല എന്നത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് വാർഷിക കുടുംബ വരുമാനത്തിൽ ദേശീയ തലത്തിൽ 7ാം സ്ഥാനത്ത് തിരുവനന്തപുരമുണ്ട്. ശരാശരി വാർഷിക കുടുംബ ഉപഭോഗ ചെലവഴിക്കലിൽ ചണ്ഡീഗഡിന് തൊട്ടു പിന്നിലായി 2ാം സ്ഥാനത്ത്. രാജ്യത്തിലെ തന്നെ ഏറ്റവും നിലവാരമുള്ള നഗരങ്ങളിൽ ഒന്നായിട്ട് തിരുവനന്തപുരം വളരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മികച്ച ജീവിത നിലവാരം. ഇവിടെയുള്ള കുടുംബങ്ങളുടെ വാർഷിക വരുമാനം താരതമ്യേന ഉയർന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർ ചിലവഴിക്കുന്നുമുണ്ട്. പണം ചിലവഴിക്കാൻ മടി കാണിക്കുന്നുമില്ല. ആ കാര്യത്തിൽ രാജ്യത്ത് തന്നെ രണ്ടാമത്. പിന്നിലാക്കിയത് ചെന്നൈ, മുംബൈ, ബംഗളൂരു പോലെയുള്ള വമ്പൻ നഗരങ്ങളെയാണ്. കേരളത്തിലാണെങ്കിൽ കൊച്ചി, തൃശൂർ, കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് തിരുവനന്തപുരം പണം ചിലവഴിക്കുന്ന കാര്യത്തിലും കുടുംബങ്ങൾ പണം സമ്പാദിക്കുന്ന കാര്യത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരമായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ഭാവിയിൽ വളരെ വലിയ വികസന സാധ്യതയുള്ള, വളരെ ഉയർന്ന, ഇതിനേക്കാൾ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് കുതിക്കാൻ സാധ്യതയുള്ള ഒരു നഗരമായിട്ട് തിരുവനന്തപുരം മാറുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആദ്യ 10 നഗരങ്ങളിൽ ഒന്നായിട്ട് തിരുവനന്തപുരം മാറിയത് വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനം കൊണ്ടല്ല, മറിച്ച് മൂല്യമുള്ളതും സ്ഥിരതയുള്ളതുമായ തൊഴിൽ മേഖലകൾ കൊണ്ടാണ്. ടെക്നോളജി രംഗത്ത് ഇപ്പോൾ ടെക്നോ പാർക്ക് പോലെയുള്ള IT കമ്പനികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഇത് വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കുകളിൽ ഒന്നായിട്ടുള്ള ടെക്നോ പാർക്കിനൊപ്പം സ്പേസ് ഗവേഷണ സ്ഥാപനങ്ങൾ VSSC, അതുപോലെ IISER, IIST തുടങ്ങിയ പ്രമുഖ ദേശീയ ശാസ്ത്ര സ്ഥാപനങ്ങളുടെ സാന്നിധ്യം ഉയർന്ന ശമ്പളം വാങ്ങുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും വലിയ ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്തുന്നുണ്ട്. പിന്നീട് സർക്കാർ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ ഉള്ളത്. സോ ഇതെല്ലാം വളരെ ഉയർന്ന ജീവിത നിലവാരവും വരുമാനവുമുള്ള ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. സംസ്ഥാന തലസ്ഥാനം എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ എക്സിക്യൂട്ടീവുകൾ, നിയമ വിദഗ്ധർ എന്നിവരുടെ വലിയ നിര തന്നെ തിരുവനന്തപുരത്തുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്ന ഇവരുടെ സ്ഥിര വരുമാനം നഗരത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ ഉൾപ്പെടെ വരുന്ന പ്രവാസി വരുമാനവും നഗരത്തിന്റെ മെച്ചപ്പെട്ട തൃതീയ ആരോഗ്യ പരിപാലന മേഖലയും ജില്ലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ശേഷിയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനാൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന നഗരമായിട്ട് 7ാം സ്ഥാനത്ത് തിരുവനന്തപുരം എത്തുകയാണ്.
കേരളത്തിൽ 1-ാം സ്ഥാനത്തും. അടുത്തത് ഏറ്റവും പ്രധാനം പണം ചിലവഴിക്കുന്ന കാര്യത്തിലെ കുതിച്ചുചാട്ടമാണ്. തിരുവനന്തപുരം എങ്ങനെ 2-ാം സ്ഥാനത്തെത്തി? വരുമാനത്തിൽ 7-ാം സ്ഥാനം നേടുന്നത് മികച്ച നേട്ടമാണെങ്കിലും മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു, കൊച്ചി എന്നിവയേക്കാൾ കൂടുതൽ തുക ഒരു കുടുംബം ചെലവഴിക്കുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ വേറിട്ട് നിർത്തുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഉയർന്ന മിച്ച വരുമാനമാണ്. മുംബൈ അല്ലെങ്കിൽ ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങളിൽ കുടുംബ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഉയർന്ന വീട്ടുവാടക, ഭവന വായ്പകൾ, ദീർഘദൂര യാത്രകൾ എന്നിവയ്ക്കായി ചെലവാകുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ഇത്തരം ചെലവുകൾ കുറവായതിനാൽ, സ്വന്തമായി വീടുള്ളവരുടെ എണ്ണം കൂടുതലായതിനാലും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, വാഹനം, വിനോദം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായിട്ട് ചെലവഴിക്കാൻ കുടുംബങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം മിച്ചം വരുന്നു. കൂടാതെ ചെറിയ കുടുംബങ്ങളിലേക്കുള്ള മാറ്റം തിരുവനന്തപുരത്ത് വളരെ പ്രകടമാണ്. ഒന്നിലധികം പേർക്ക് വരുമാനമുള്ള ഒരു ചെറിയ കുടുംബത്തിൽ മൊത്തം വരുമാനം കുറച്ചു പേർക്കായിട്ട് വിഭജിക്കപ്പെടുമ്പോൾ ഒരു കുടുംബത്തിന്റെ ശരാശരി ചിലവഴിക്കൽ ശേഷി ഗണ്യമായിട്ട് വരും. ഇത് മികച്ച ഗാഡ്ജറ്റുകൾ, യാത്രകൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയ്ക്കായിട്ട് പണം ചിലവഴിക്കാൻ ഇവിടെയുള്ള ആളുകളെ സഹായിക്കുന്നു. സാമൂഹിക സൂചികകളിൽ എപ്പോഴും തിരുവനന്തപുരം മുന്നിലാണ്. ഭൗതിക സമ്പത്ത് മാത്രം കൂട്ടിവെക്കുന്നതിന് പകരം നല്ല വീട്, മികച്ച ചികിത്സ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ഇവിടെയുള്ള കുടുംബങ്ങൾ മുൻഗണന നൽകുന്നു എന്നാണ് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചി പോലുള്ള വാണിജ്യ കേന്ദ്രങ്ങളുമായോ വഡോദര, സൂറത്ത് തുടങ്ങിയ വ്യവസായ കേന്ദ്രങ്ങളുമായോ തിരുവനന്തപുരത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സംശയം ഉയർന്നു വരാറുണ്ട്. അതായത് നമ്മൾ ടോട്ടൽ GDPയോ പെർ ക്യാപിറ്റയോ ഒക്കെ എടുക്കുമ്പോൾ പലപ്പോഴും ഈ നഗരങ്ങൾ തിരുവനന്തപുരത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നതായി കാണാം. പിന്നെ എങ്ങനെയാണ് തിരുവനന്തപുരം ഇപ്പോൾ കുടുംബങ്ങളുടെ ചിലവഴിക്കലിന്റെ കാര്യത്തിലും സമ്പാദിക്കുന്ന കാര്യത്തിലും മുന്നിലെത്തുന്നു എന്നതാണ് സ്വാഭാവികമായി വരുന്ന സംശയം. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. മേൽപ്പറഞ്ഞ വലിയ നഗരങ്ങൾ എന്ന് പറയുന്നത് വലിയ തുറമുഖങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, വൻകിട നിർമ്മാണ യൂണിറ്റുകൾ, മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവയുള്ള ഈ വലിയ നഗരങ്ങളിൽ ഭീമമായ ബിസിനസ് ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇത് അവിടുത്തെ മൊത്തം GDPയെ ഉയർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുകയാണ്. ദി മെനി അർബൻ ഇന്ത്യാസ് പോലെയുള്ള സർവേകൾ അളക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന തുകയും അത് കുടുംബങ്ങൾ തങ്ങളുടെ ജീവിത നിലവാരത്തിനായിട്ട് എങ്ങനെ ചെലവഴിക്കുന്നു എന്നതുമാണ്. വ്യാവസായിക നഗരങ്ങൾ മൊത്തം ഉൽപാദനത്തിൽ മുന്നേറുമ്പോൾ തിരുവനന്തപുരത്തെ ഉയർന്ന ശമ്പളക്കാരായ ഉദ്യോഗസ്ഥർ തങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ നേരിട്ട് കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷിയാക്കി മാറ്റുന്നു എന്നാണ് പഠന റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. വരുമാനത്തിൽ 7-ാം സ്ഥാനവും കുടുംബ ചെലവഴിക്കലിൽ 2-ാം സ്ഥാനവും നേടിയ തിരുവനന്തപുരത്തിന്റെ നേട്ടം കേരളത്തിലെ മധ്യവർഗ, ഉപരി മധ്യവർഗ ഉപഭോക്താക്കളുടെ സാമ്പത്തിക ശേഷിയുടെ തെളിവാണ്. ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കാൻ വലിയ വ്യാവസായിക ഇടനാഴികളോ തിങ്ങി നിറഞ്ഞ മെട്രോ നഗരങ്ങളോ തന്നെ വേണമെന്നില്ല എന്നതാണ് തിരുവനന്തപുരം തെളിയിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകൾക്കും വ്യാപാരികൾക്കും സാമ്പത്തിക വിദഗ്ധർക്കും ഒരുപോലെ ആകർഷകമായ ഉയർന്ന ശേഷിയുള്ള ഒരു ഉപഭോക്തൃ വിപണിയായിട്ട് തിരുവനന്തപുരം ഇതിനോടകം തന്നെ ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു. അതും 2-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ഈ നഗരത്തിലേക്ക് മെട്രോ പോലെയുള്ളവ കടന്നു വരുന്നതോടെ, വിഴിഞ്ഞം പ്രോജക്റ്റ് കൂടുതൽ മികച്ച നിലയിലേക്ക് ഉയരുന്നതോടെ ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ഒരു വ്യാവസായിക അടിത്തറയുള്ള ഒരു നഗരമായി ഇത് മാറുന്നതോടെ നിലവിലെ രാജ്യത്തെ പല പ്രധാന നഗരങ്ങളെയും മറികടക്കാൻ തിരുവനന്തപുരം നഗരത്തിന് വളരെ അനായാസം കഴിഞ്ഞേക്കുമെന്നും പഠന റിപ്പോർട്ടുകളിലെ ഫലം വ്യക്തമാക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.